Kenmi Online English. WhatsApp വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അതെ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്. ഒന്നും മൈൻഡ് ചെയ്തിട്ട് പൊക്കിയുടെ പെണ്ണേ. അതെ അതെ, പെണ്ണിന് കോപം വന്നെന്ന് തോന്നുന്നു. അതെ അതെ, അമ്മയും പെങ്ങന്മാരുമല്ലോ പറം. അമ്മയും പെങ്ങന്മാരും ഉണ്ട്, പക്ഷെ ഭാര്യയില്ലല്ലോ. അതെ അതെ, ഏയ്, നമ്മളെ ചിരി 3 ചിരിയല്ലേ? അതെ. ഇതെന്താ ഒരുത്തൻ അധികം ചിരിക്കുന്നത്? അധികം നീളം കിടക്കല്ലേ, അതിന്റെ ആയിരിക്കും. അതെ അതെ അതെ. ഏ പെണ്ണെ, ഇന്ന് ശിവാജി ഗണേശന്റെ നല്ലൊരു പടം കൊട്ടയിൽ കിടപ്പുണ്ട്, കാണാൻ പോയാലോ? അതെ അതെ. അതെന്താ? നീ എന്നാ ഉമ്മ വെക്കും? ഞാൻ ഉമ്മ വെക്കില്ല. അപ്പൊ നീ എന്നാ കെട്ടിപ്പിടിക്കും? ഞാൻ കെട്ടിപ്പിടിക്കില്ല. ഒന്നുമില്ലെങ്കിലും നീ എന്റെ കയ്യിലെങ്കിലും ഒന്ന് പിടിക്കും. അത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല പെണ്ണെ. പിന്നെ എന്തിനാടാ മക്കാനെ നീ സിനിമ കാണാൻ കൊണ്ടുപോകുന്നത് തന്നെ? അതെ അതെ. നീ കേബിൾ ജീവിക്കാരൻ ചാർജ് കിട്ടിയ മകനല്ലേ? അതാ നിനക്ക് ഇത്ര അഹങ്കാരം. അതെ അതെ. നിന്റെ അച്ഛൻ ചാർജ് കുട്ടിയോട് പറയണം, രാത്രി ഒരല്പം നീലച്ചിത്രമൊക്കെ ഒന്ന് ഇടാൻ. അങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടെന്ന് ആസ്വദിക്കട്ടെ. അതെ അതെ. മാറി നിക്കടാ പുണ്ടാക്ക് മോറാ. അതെ അതെ. എടാ വരുണേ, ജാർജ് കുട്ടിയുടെ മുകളെടുത്ത് നിന്റെ പണിയൊന്നും നടക്കില്ല. അവൾ പഠിച്ച കള്ളിയാണ്. കളിയാക്കണ്ട. ഈ വരുണിന്റെ അടുത്ത് അവളെ കളി. അവളെ വരച്ച പറയിൽ നിർത്താനുള്ള ഒരു സൂത്രം എന്റെ ഈ ഫോണിനകത്ത് ഉണ്ട്. നോക്കട്ടെ നോക്കട്ടെ, എവിടെ? അവളുടെ ഫോട്ടോ മാർഫിംഗ് ചെയ്താ? ഇത് മാർഫിംഗ് അല്ല, ഒറിജിനലാ. ഒറിജിനലാ? കാണട്ടെ. കെങ്കേമം കെങ്കേമം. അതെ അതെ. അതെ പെണ്ണെ, ഇതൊന്ന് കണ്ടിട്ട് പോണേ. അയ്യോ എന്റെ കുളിസി, ഇതെങ്ങനെ സംഭവിച്ചു? ദൈവമേ, പിക്നിക്കിന് പോകണ്ടായിരുന്നു. അടുത്ത് പറഞ്ഞേട്ടാ അരുൺ, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. എന്റെ മാനം പോയി. അയ്യോ, മാനം പോകാൻ കിടക്കുന്നതേ ഉള്ളൂ. അയ്യോ അരുത് പറഞ്ഞേട്ടാ, അരുത്. എങ്ങനെയുണ്ട് നിന്റെ പിക്നിക്കിടയിലുള്ള എന്റെ ടെക്നിക്ക്? അയ്യോ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരും. വരും. നീ കഥക് തുറന്നിട്ടേക്കണം. ഇല്ലെങ്കിൽ ഇതിലുള്ള ഈ പിക്ചർ നിന്റെ അച്ഛൻ ജോർജ് കുട്ടിയുടെ കേബിൾ ടി വി വഴി ഞാൻ സംപ്രേഷണം ചെയ്യും. മോളെ, നീ എന്തിനാണ് ഇങ്ങനെ നിന്ന് കരയുന്നത്? അമ്മയ്ക്ക് പൊക്കമില്ലാത്തതിനാൽ നാം പിന്നെ എങ്ങനെ നിന്ന് കരയും അമ്മേ? മോളെ, നീ എന്നാ നിന്ന് കരഞ്ഞാ മതി. ശരി അമ്മേ. മോളെ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കയ്യബദ്ധം പറ്റിയതാണ്. അതിരിക്കട്ടെ, വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കാത്ത നീ എന്തിനാണ് എക്സ്കർഷൻ പോയപ്പോൾ മാത്രം കുളിച്ചത്? ഇവിടുത്തെ ബാർ സോപ്പ് ഇട്ട് കുളിച്ച് മടുത്ത ഞാൻ അവിടുത്തെ വാസന സോപ്പ് കിട്ടിയപ്പോൾ അറിയാതെ കുളിച്ചു പോയി അമ്മേ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ, ചാവാനുള്ളവൻ ചാവുകയും ചെയ്തു. പക്ഷേ
നിന്റെ അപ്പൻ ജോർജ് കുട്ടി ബുദ്ധിമാനായതുകൊണ്ട് ആ വരുണിന്റെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടി കാണും. മോളെ നീ വിഷമിക്കാതെ. ഭയം വേണ്ട മോളെ, ജാഗ്രത മതി. എനിക്ക് പേടിയാവുന്നു പപ്പ. പേടിക്കണ്ട മോളെ, വരനിവിടെ വന്നിട്ടുമില്ല, അവനെ നമ്മൾ കൊന്നിട്ടുമില്ല. പറഞ്ഞിവിടെ വന്നു പപ്പ. ഞാൻ അവന്റെ തലക്കടിച്ചു കൊന്നു പപ്പ. ഇല്ല, എന്റെ മോള് വരുണിനെ കൊന്നിട്ടില്ല. ജോർജ് കുട്ടി, അപ്പൊ ഞാനാണോ കൊന്നത്? ഞാനാണോ കൊന്നത്? ഈ നിക്കണ നിങ്ങളുടെ മകളല്ലേ അവന്റെ തലമണ്ടയ്ക്ക് അടിച്ചു കൊന്നത്? ജോർജ് കുട്ടി, നിങ്ങളല്ലേ അവന്റെ ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചു മൂടിയത്? എന്റെ ദൈവമേ, അവനോടൊപ്പം ഈ പിശാചുക്കളെയും കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ മനുഷ്യൻ എത്ര ടെൻഷൻ അനുഭവിക്കണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ കള്ളു പൊടിച്ച് ബോധമില്ലാതെയാണോ ഇതൊക്കെ ചെയ്തത്? ഈ മൺവെട്ടി വെച്ച് ഇതിനെയൊക്കെ അങ്ങ് തല്ലി കൊന്നിട്ട് വല്ല ജയിലിലും പോയി കിടക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് അവിടെ ജീവിക്കായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഏത് നിമിഷവും പോലീസ് ഇവിടെ വരും. പേടിച്ചു പോയല്ലോ. പോലീസ് എന്തിനാണ് ഇവിടെ വരുന്നത് ജോർജ് കുട്ടി? ഐജിയുടെ മോക്കടെ കല്യാണം വിളിക്കാൻ വരുന്ന മട്ടൻ ബിരിയാണി എന്നാ കേട്ടെ, മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ഒത്ത ഇടിയാൻ വെച്ച് തരും. എടി, ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ പോലീസ് അല്ലാതെ പിന്നെ KSB-ക്കാർ വരുമോടി? KSB-ക്കാർ വരുമോ? ഇത് വട്ടം പൊളിയെന്നാ തോന്നണേ, ഇത് വട്ടം പൊളിയും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒക്ടോബർ 2-നാണ് ഇവൾ വരുണിന്റെ തലക്കടിച്ചു കൊന്നത്. ഈ ദിവസം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 2-ാം തീയതി ആക്കും നമ്മള്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ മാസം 2 ഗാന്ധി ജയന്തി. നമുക്ക് 2 ദിവസം സ്കൂളിൽ പോകണ്ട. എന്റെ ടീമേ, ഒരു കാര്യം ഞാൻ ചെയ്യാം. ഇതങ്ങ് കൈ പിടിച്ചിട്ടേ വരണ്ട തലക്കടിച്ച മാതിരി ഈ വകച്ചിൽ നോക്കി ഒരു കൊത്തുക, എന്നെ അന്നങ്ങ് കൊന്നു തീർക്ക്. ഞാൻ വിതച്ച വിത്തൊക്കെ പാഴായി പോയല്ലോ എന്റെ ദൈവമേ. കൈ പൊള്ളിപ്പോയി. അതെ, പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യുമ്പോ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തേക്കണം, കേട്ടല്ലോ? ഇവളാ മൊത്തം തെറ്റിക്കുന്നവളെ എപ്പോഴും. അതായത് ഒക്ടോബർ 2-ാം തീയതി നമ്മളെല്ലാവരും കൂടി പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇനിയെല്ലാം കർത്താവിന്റെ കയ്യിൽ. കർത്താവേ, കാത്തോണേ. എന്റെ ബട്ടൺസ് പൊട്ടിക്കരുത്, ആകെയുള്ള പുത്തൻ ഷർട്ടാ. ഒരു കാര്യം ഞാൻ പറയാം, പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങ് പറഞ്ഞേക്കണം, ഗോതമ്പുണ്ട തീറ്റിക്കരുത്. सामने से ഫ്രണ്ടിലൊരു ബോർഡ് കെട്ടിത്തൂക്കി അതിനകത്ത് എഴുതിയിടാമായിരുന്നു. എന്തോന്ന്? അതാ ഈ മുറുക്കാൻ കടക്കൊക്കെ താജ് ഹോട്ടൽ എന്നൊക്കെ പേരെഴുതും പോലെ ഒരു ഫീല്, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ മകൻ വരുണിന് എന്ത് സംഭവിച്ചു? അത് അവനോട് വിളിച്ചങ്ങ് ചോദിച്ചാ പോരെ. ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്കെന്ന് എനിക്കറിയാം. നേരാ, എനിക്ക് 2-ാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ. കേട്ടോടി റാണി, നീയല്ലേ പറഞ്ഞ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലെന്ന്. എന്നിട്ട് ഈ തള്ള പറഞ്ഞത് കേട്ടോ, ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല എനിക്കെന്ന്. തള്ളയോ? ഈ മുഖത്ത് നോക്കി അത് ഞാൻ എങ്ങനെ പറയുന്നു നിങ്ങൾ തന്നെ ഒന്ന് പറ. ഒക്ടോബർ 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ധ്യാനത്തിന് പോയിരുന്നു. ധ്യാനത്തിന്. എവിടെ? ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. ഇവരോട് ചോദിച്ചാൽ മതി, ഇവര് ഒരുപോലെ പറയും. ഇവര് കറക്റ്റ് ഉത്തരം പറയാനായിട്ട് 2 ദിവസമായിട്ട് കാത്തു നിൽക്കുക. ഇങ്ങോട്ട് മാറി നിൽക്കിൻ, അങ്ങോട്ട് മാറി നിൽക്കിൻ. എല്ലാരും വിരിഞ്ഞു നിന്നാ പോരെ. ഒക്ടോബർ 2-ന് നിങ്ങൾ എവിടെയാണ് ധ്യാനത്തിന് പോയത്?
വേളാങ്കണ്ണി പള്ളിയിൽ. അമ്മ മലയാറ്റൂർ പള്ളിയിൽ. ഞാൻ കരുതി വേറെ ഏതാണ്ട് പറയാൻ പോവായിരിക്കും. ആർത്തുങ്കൽ പള്ളിയിൽ. തൊലച്ചു. ഓപ്ഷൻ പറഞ്ഞ പാറപ്പള്ളി ഒഴിച്ച് കേരളത്തിലെ എല്ലാ പള്ളിയുടെ പേരും പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, എന്നെ കയ്യാമും വെച്ച് ജയിലിൽ കൊണ്ട് ജീവപര്യന്തം അങ്ങോട്ട് ശിക്ഷിക്ക്. ഇവരുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതാ. സത്യം പറഞ്ഞ ഞങ്ങള് പാറപ്പള്ളിയിലാ സാറേ ധ്യാനത്തിന് പോയത്. ജോർജ് കുട്ടി, നിങ്ങൾ പറയുന്നതിന് ഒരു ലോജിക്കുമില്ലല്ലോ. എല്ലാ ലോജിക്കും അടച്ചാണ് ജിത്തു ജോസഫ് ഈ പണിക്കിറങ്ങിയത്. അല്ല, ജോർജ് കുട്ടി ഈ പണിക്കിറങ്ങിയത്. അതായത് വേളാങ്കണ്ണി മലയാറ്റൂർ അത്തിങ്കൽ പള്ളി വഴിയാണ് ഞങ്ങൾ പാറേപ്പള്ളിയിലെ ധ്യാനത്തിന് പോയത്. ധ്യാനത്തിന് ശേഷം നിങ്ങൾ എവിടെ പോയിരുന്നു? ധ്യാനത്തിന് ശേഷം ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയി സാറേ. ഏത് സിനിമ? കിന്നാരത്തുമ്പികൾ. ധ്യാനത്തിന് ശേഷം കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമ. അതായത് കിന്നാരത്തുമ്പി എന്നൊക്കെ കേട്ടപ്പോ കുട്ടികളുടെ ചിത്രമാണെന്ന് ഓർത്ത് കയറിയതാ. അകത്ത് കയറിയപ്പോഴാ ഒരു പൊട്ടലും ചീറ്റിലും ഒരു ഓഫിലുള്ള മ്യൂസിക്കും. അപ്പൊ ഞങ്ങള് കണ്ണുപൊത്തി അങ്ങ് ഇരുന്നു സാറേ, കണ്ണുപൊത്തി അങ്ങ് ഇരുന്നു. എന്തിന് കണ്ണുപൊത്തിയിരുന്നത്? ഇറങ്ങിപ്പോയിക്കൂടായിരുന്നു? കാശ് കൊടുത്ത് പടത്തിന് കയറിയതല്ലേ, മ്യൂസിക് കണ്ട് മുതലാക്കാന്ന് കരുതി. ജോർജ് കുട്ടി, ധ്യാനം എവിടെയായിരുന്നു? ഒന്നല്ലെങ്കിൽ ശ്രീനിവാസന്റെ വീട്ടില്, അല്ലെങ്കിൽ ഏതെങ്കിലും എറണാകുളത്തെ ഫ്ലാറ്റില്, അല്ലെങ്കിൽ ലൊക്കേഷനിൽ. വീട്ടിലിരിക്കില്ല ചെറുക്കൻ എന്നാണ് ശ്രീനിവാസനും പുള്ളിയുടെ ഭാര്യയും സ്ഥിരമായിട്ട് പറയാറ്. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങളുടെ ഈ ഭാര്യയെ എനിക്ക് നുണ പരിശോധനയ്ക്ക് വിധേയാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പണി പാളും. അവള് വാ പൊളിച്ച നുണയെ പറയുള്ളൂ. എന്റെ മകൻ വരുണിന്റെ മഞ്ഞക്കാർ അവിടെ. മഞ്ഞക്കാർ എവിടെയെന്ന് എനിക്കറിയില്ല. വെള്ളക്കാർ 1947 ഇവിടുന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഓടിച്ചു. സത്യം പറയേ, രാത്രി നിങ്ങൾ എന്താണ് കുഴിച്ചിട്ടത്? വാഴക്കണ്ണ് കുഴിച്ചിട്ടതാ സാറേ. പാതിരാത്രിക്കാണോ വാഴ കുഴിച്ചിരുന്നത്? ഈ രണ്ടെണ്ണത്തിന് സൃഷ്ടിച്ച നേരം കൊണ്ട് വാഴ വെച്ചാ മതി എന്ന് എന്നോട് പലരും പറഞ്ഞു. അപ്പൊ ആ സമയം നോക്കി ഞാൻ വാഴ വെക്കാൻ പോയതാ. മിസ്റ്റർ ജോർജ് കുട്ടി, എന്തോ? നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം കബളിപ്പിക്കുക. ഇല്ല, ഒരിക്കലുമില്ല. ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ സഞ്ചരിച്ച ബസ്സിന്റെ ടിക്കറ്റും ലോഡ്ജിന്റെ ടിക്കറ്റും സിനിമ ടിക്കറ്റും ഇത് കണ്ടോ. ഇത് ഹാൻസ് അല്ലേ? അയ്യോ, ഇത് ഞാൻ ബംഗാളിയുടെ അടുത്ത് മേടിച്ചതാ, കിട്ടാനുമില്ല. ആ ജോർജ് കുട്ടി, അദ്ദേഹത്തിന് ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാനടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു. അമ്പടി ജില്ലിനാങ്കടി. തന്റെ കോമഡി കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്തിനാണാവോ? ഞങ്ങൾ അമേരിക്കയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളിടത്തേക്ക് തിരികെ പോവുകയാണ്. നിങ്ങളുടെ ജാടയൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഞങ്ങൾ പറയുന്നത് ജാടയാണെന്ന് താങ്കൾ വിചാരിച്ചു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാൻ കൊള്ളാമെന്നുണ്ട്. എന്താണാവോ? ഞങ്ങൾ പ്രതീക്ഷിക്കും ഞങ്ങളുടെ മകൻ വരുണിൽ. കാരണം വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും കാളിൻ ബെല്ലും അവനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പറയൂ, അവൻ എവിടെയാണ്? സാറേ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഞാനും എൻ്റെ ഈ കൂറ പെണ്ണുമ്പിളയും കിഴങ്ങ് പോലത്തെ ഈ പെങ്കൊച്ചുങ്ങളുമാണ് എൻ്റെ ഒരു മഠക്കുടുംബം. അതാണ് എൻ്റെ ലോകം. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ, എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ, എന്നോട് ചോദിക്കല്ലേ. പിന്നെ ഞങ്ങളുടെ മകൻ വരുണിനെ ഞങ്ങൾ എവിടെ ചെന്ന് അന്വേഷിക്കും? പറയൂ. ജിത്തു ജോസഫിനോട് ചോദിച്ചാൽ മതി. ഇതിന്റെ കംപ്ലീറ്റ് സീക്രട്ടും പുള്ളിക്ക് അറിയാവുള്ളൂ. അമ്പടി ജിന്നിനാങ്കടി. ശരിയാണല്ലോ. ഇതിവിടെ തീരുന്നില്ല. ചിലപ്പോ ഇതിന്റെ 2ാം ഭാഗം ഇറങ്ങുന്നുണ്ടാവും OTT-ല്. വാച്ച് ഇറ്റ്. കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ.